ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയുള്ള ടൈമിലൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ചില ആളുകൾ ഇത് കഴിക്കാൻ വേണ്ടി ബീച്ച് സൈഡിലൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇതുപോലെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എനിക്കിത് കിട്ടിയിട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് കേട്ടോ. അപ്പോൾ ഇതാ കാടമുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് നമ്മൾ മസാല ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാല ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് പുഴുങ്ങിയ കാടമുട്ടല്ലേ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ പുഴുങ്ങിയ കാടമുട്ട നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ വലിയുള്ളി കട്ട് ചെയ്തത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കാടമുട്ട വെച്ചിട്ടുള്ള ഐറ്റം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂട് ചായൻ്റെ കൂടെ നല്ല മഴയുള്ള ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.